നമ്മള് 4ാമത്തെ ചാപ്റ്ററിലേക്കാ പറഞ്ഞോണ്ടിരിക്കുന്നേ അല്ലേ? ആണോ? എന്താ റെസ്പോൺസ് ഇല്ലാത്ത ആർക്കും? യെസ്, അതിൽ നമ്മൾ പ്ലെയിൻ ഷേപ്സ് ഡിസ്കസ് ചെയ്തു. പറഞ്ഞില്ലേ പ്ലെയിൻ ഷേപ്സ്? യെസ്, അതിൽ പ്ലെയിൻ ഷേപ്സ് നമ്മൾ റെക്ടാംഗിൾ പറഞ്ഞു, സ്ക്വയർ പറഞ്ഞു, ട്രയാംഗിൾ പറഞ്ഞു, സർക്കിളും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് സോളിഡ് ഷേപ്സ് സ്റ്റാർട്ട് ചെയ്തു. അതില് ഏതാ നമ്മൾ തുടങ്ങി വെച്ചേ? ക്യൂബോയിഡ്. പേജ് നമ്പർ 109. പേജ് നമ്പർ 109 ക്യൂബോയിഡ് പറഞ്ഞു. ക്യൂബോയിഡിന്റെ ഷേപ്പ് എന്താ? നമ്മുടെ ബോക്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ മാച്ച് ബോക്സിന്റെ ഒക്കെ ഷേപ്പ് ആണ് ക്യൂബോയിഡിന്. മാച്ച് ബോക്സ് എന്ന് പറഞ്ഞാല് തീപ്പെട്ടി. ഓക്കെ, അപ്പൊ സാധാരണ ഒരു ബോക്സിന്റെ ഷേപ്പ് ആണ്. അതിന് എന്തൊക്കെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞേ? 8 vertices ഉണ്ട്, 8 corners ഉണ്ട്, 6 surface ഉണ്ട് ആൻഡ് 12 edges ഉണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത്, the opposite sides of a cuboid are equal. ബോക്സ് നിങ്ങൾ എടുത്തു, പെൻസിൽ ബോക്സ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അതിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതായത് സെയിം ആസ് ഇൻ റെക്ടാംഗിൾ. റെക്ടാംഗിൾ പോലെ തന്നെ ക്യൂബോയിഡിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. നെക്സ്റ്റ്, രണ്ടാമത്തെ നമുക്ക് പഠിക്കാനുള്ള സോളിഡ് ഷേപ്പ് ഇറ്റ് ഈസ് ക്യൂബ്. ക്യൂബ് എന്താണെന്ന് അറിയോ? ക്യൂബ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ലൂഡോയും ലാഡർ സ്നേക്കും ഒക്കെ കളിക്കാറുണ്ടോ? കളിക്കാറുണ്ടോ? ഫോണിലല്ല, സാധാരണ ആൻസൺ കാണിച്ചു തരുന്നുണ്ട് ഒരു ക്യൂബിന്റെ ഷേപ്പ്. അതാണ് റുബിക്സ് ക്യൂബ്. ലൂഡോയും ലാഡർ സ്നേക്കും കളിക്കുമ്പോ നമ്മൾ ആദ്യം ഒരു ക്യൂബ് ഇങ്ങനെ കറക്കി വിടും. ഫോണിലല്ല, മറ്റേ എന്താ ടേബിൾ വെച്ചിട്ട് കളിക്കുന്ന സമയത്ത് ആദ്യം ഒരു സാധനം ഇങ്ങനെ കറക്കി വിടും. എന്നിട്ട് അതിന്റെ മേലെ വരുന്ന നമ്പർ നോക്കിയിട്ടല്ലേ നമ്മള് ഇത് നീക്കുന്നേ അല്ലേ? ആ ഒരു ഷേപ്പ് ആണ് ക്യൂബ്. നിങ്ങൾ റുബിക്സ് ക്യൂബ് ചെയ്തിട്ടുണ്ടോ? ആൻസർ ഒന്നുകൂടി എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കോ? റുബിക്സ് ക്യൂബ് കണ്ടോ? അതാണ് ക്യൂബിന്റെ ഷേപ്പ്. അതായത് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. നിങ്ങൾ ഇത് കളിക്കാറുണ്ടോ? റുബിക്സ് ക്യൂബ് കളിക്കാറുണ്ടോ? മെന്റൽ പവർ ഇൻക്രീസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല എക്സസൈസ് ആണ് റുബിക്സ് ക്യൂബ്. അപ്പോ ആ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂബ് എന്ന് പറയുന്നത്. ക്യൂബ് എന്ന് വെച്ചാല് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. ഒന്നുമില്ല, നമ്മള് സ്ക്വയർ പഠിച്ചിട്ടില്ലേ? സ്ക്വയർ പഠിച്ചിട്ടില്ലേ? ആ സ്ക്വയർ 6 സ്ക്വയർ എടുത്തിട്ട് ഒരു സോളിഡ് ഷേപ്പ് ആക്കി വെച്ചാല് ഒരു ക്യൂബായി. ഒരേ മെഷർമെന്റിലുള്ള 6 സ്ക്വയർ ഒരു ബോക്സ് പോലെ ആക്കി വെച്ചാൽ, 6 സ്ക്വയർ മുറിച്ചെടുത്തിട്ട് ഒരു ബോക്സ് പോലെ ആക്കി വെച്ചാൽ ഒരു ക്യൂബായി. എങ്ങനെയാ നമ്മൾ ക്യൂബ് വരയ്ക്കുന്നേ? ക്യൂബ് വരയ്ക്കാൻ അറിയോ? ഒന്ന് വരച്ച് കാണിച്ചു തരാം. ആദ്യം നമ്മളൊരു സ്ക്വയർ വരച്ചു. ഏകദേശം ഒരു ക്യൂബിന്റെ ഷേപ്പ് വരച്ച് കാണിച്ചു തരേ.
ദിസ് ഈസ് എ ക്യൂബ്. കണ്ടോ? അതായത് നമ്മൾ സാധാരണ ഒരു ക്യൂബിനെ നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് കാണുമ്പോൾ എല്ലാ സൈഡും ഈക്വൽ പോലൊന്നും തോന്നൂല, എന്നാലും ക്യൂബിന്റെ എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. നേരത്തെ നമ്മള് ക്യൂബോയിഡ് പറഞ്ഞതുപോലെ തന്നെ ഇതിനും 8 വെർട്ടിസസ് ഉണ്ട്. എന്തുണ്ട്? 8 വെർട്ടിസസ് ഉണ്ട്. ഇത് ഇതിന്റെ ഇന്നർ പാർട്ടാണ്. ഇത് വേറൊരു കളറിൽ വരയ്ക്കാം. Okay, this is a cube and it has, a cube has 8 vertices. 8 vertices. What is vertices? What is vertex? And the vertex എന്ന് പറഞ്ഞാല് joint point. Lines joined ആവുന്ന പോയിന്റിനാണ് നമ്മൾ vertex എന്ന് പറയുന്നത്. അപ്പം എത്ര എണ്ണം ഉണ്ട് നോക്കാം. ഇവിടെ 3 ലൈൻസ് ജോയിൻ ചെയ്തിട്ടുണ്ട്. 1. ഇവിടെ 3 എണ്ണം ജോയിൻ ചെയ്തിട്ടുണ്ട്. 2. ഇവിടെ 3 എണ്ണം ജോയിൻ ചെയ്തിട്ടുണ്ട്. 3. ഇവിടെ 3 എണ്ണം ജോയിൻ ചെയ്തു. 4. ഇവിടെ 3 എണ്ണം ജോയിൻ ചെയ്തിട്ടുണ്ട്. 5. ഇവിടെ 3 എണ്ണം. 6. ഇവിടെ 3 എണ്ണം. 7. ഇവിടെ 3 എണ്ണം. 8. അപ്പൊ എത്ര വേർട്ടെക്സ് ഉണ്ട് ക്യൂബിന്? There are 8 vertices. ഈ ഷേപ്പിന്റെ പേരെന്താ? ഷേപ്പിന്റെ പേരെന്താ? It is a cube. C-U-B-E, cube. എത്ര vertices ഉണ്ട്? എത്ര vertex ഉണ്ട്? Cube has 8 vertices. എത്ര sides ഉണ്ട് ക്യൂബിന്? എത്ര സൈഡ്സ് ഉണ്ട് ക്യൂബിന്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. എത്ര സൈഡ്സ് ഉണ്ട്? There are 12 sides. There are 12 sides. Okay. അപ്പൊ ക്യൂബിന് 8 vertices ഉണ്ട്, 12 sides ഉണ്ട്. ഇനി എത്ര സർഫസ് ഉണ്ട്? അതായത് എത്ര സ്ക്വയർ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഒരു ക്യൂബ് ഉണ്ടാക്കുന്നത്? എത്ര സ്ക്വയർ കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു ക്യൂബ് ഉണ്ടാക്കുന്നത്? അറിയോ? എത്ര സ്ക്വയർ കൂട്ടിച്ചേർത്തിട്ടാ? ഇതൊരു സ്ക്വയർ, ആദ്യത്തെ ഒരു സ്ക്വയർ ഫ്രണ്ടിൽ നമ്മൾ കാണുന്നത്. ഇത് മേലത്തെ സ്ക്വയർ 2. ഇപ്പൊ 2 സ്ക്വയർ ആയേ. ഇത് അടിയിലത്തെ സ്ക്വയർ. ഇപ്പൊ എത്ര സ്ക്വയർ ആയി? 3 സ്ക്വയർ ആയി. ഇനി ഈ ഫ്രണ്ടിലത്തെ ഈ സ്ക്വയറിന്റെ ബാക്കിൽ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ബാക്ക് സൈഡില്. അപ്പൊ ടോട്ടൽ ഇപ്പോ 4 സ്ക്വയർ ആയി. അത് കഴിഞ്ഞിട്ട് 2 സൈഡിൽ ഓരോന്ന്. ഇവിടെ ഒന്നുണ്ട്, ഇവിടെയും ഒന്നുണ്ട്. അപ്പൊ ടോട്ടൽ എത്ര സ്ക്വയർ ആയി? എത്ര സൈഡായി? എത്ര സർഫസ് ആയി? There are 6 surfaces. 12 ആണോ? ആരാ? അനിഹ, 12 സർഫസ് ഉണ്ടോ? No, there are 6 surface. എന്താ സർഫസ് എന്ന് പറഞ്ഞാല്? നമ്മൾ ക്യൂബോയിഡ് പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് സർഫസ് എന്താന്ന്. എന്താ? നമുക്ക് ആ ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന ആ ഒരു ഷേപ്പ്, സ്ക്വയറിന്റെ ഷേപ്പിലല്ലേ നമുക്ക് കാണാൻ പറ്റുന്നേ, അതിനെയാണ് നമ്മൾ സർഫസ് എന്ന് പറയുന്നത്. So for a cube there are 6 surfaces. Eric,
Don't draw in this. ആരൊക്കെ ഇത് വരച്ചിടുന്നേ സ്ക്രീനില്? മിസ് ഇവിടെ വരച്ചു തരുന്നുണ്ടല്ലോ, പിന്നെ നിങ്ങൾ എന്തിനാ വരയ്ക്കുന്നേ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ക്യൂബിന് പഠിച്ചു. ക്യൂബിന് 8 വെർട്ടിസസ് ഉണ്ട്, 12 സൈഡ്സ് ഉണ്ട്, 6 സർഫസസും ഉണ്ട്. ഇനി ക്യൂബിന്റെ വേറെ പ്രത്യേകത, ഇതിപ്പോ ക്യൂബോയിഡ് പോലെ തന്നെ 8 വെർട്ടിസസ് ഉണ്ട്, 6 സർഫസ് ഉണ്ട്, 12 എഡ്ജസും ഉണ്ട്. ക്യൂബോയിഡിന്റെ ഒരു സ്പെഷ്യാലിറ്റി പറഞ്ഞത് ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്യൂബോയിഡ് ആർ ഈക്വൽ. എന്നാൽ ക്യൂബിന്റെ പ്രത്യേകത എന്താ? ഓൾ എഡ്ജസ് ഓഫ് എ ക്യൂബ് ആർ ഈക്വൽ. എത്ര സൈഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ക്യൂബിന്? 12 സൈഡ്സ് ഉണ്ട് അല്ലേ? ഈ 12 സൈഡ്സും ഈക്വൽ ആയിരിക്കും. എന്നാൽ ക്യൂബോയിഡിന്റെ സൈഡ്സ് എല്ലാം ഈക്വൽ ആണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. കാരണം ക്യൂബോയിഡിന്റെ സൈഡിലൊക്കെ സർഫസ് ഒക്കെ സ്ക്വയർ അല്ല, റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിളിന്റെ സൈഡ്സ് ഈക്വൽ അല്ല. ബട്ട് ഇൻ ദ കേസ് ഓഫ് ക്യൂബിന്റെ എല്ലാ സർഫസും സ്ക്വയർ ആയതുകൊണ്ട് അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. All sides are equal. All sides അല്ലെങ്കിൽ all edges are equal. സൈഡ്സിനെ നമ്മൾ വേറെ പേര് പറയും, edges. Sides or edges. എന്ത് പറയും സൈഡിനെ? എഡ്ജസ്. അപ്പോ ക്യൂബിന്റെ എല്ലാ എഡ്ജസും എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത, അപ്പൊ നമ്മൾ സോളിഡ് ഷേപ്പിൽ രണ്ടെണ്ണം പഠിച്ചു, ഒന്ന് ക്യൂബോയിഡ്, ഒന്ന് ക്യൂബ്. ഇനി മൂന്നാമത് പഠിക്കാനുള്ളത് സിലിണ്ടർ. ഇതിന്റെ എല്ലാം സ്പെല്ലിംഗ് പഠിക്കണേ. ക്യൂബോയിഡ് CUBOID. നിങ്ങൾ ടെക്സ്റ്റിൽ അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. പേജ് നമ്പർ 109 ടെക്സ്റ്റിൽ ഫസ്റ്റ് വൺ ക്യൂബോയിഡ്, ഒരു ഓറഞ്ച് ഷേപ്പിൽ കാണുന്നത്. ആ ക്യൂബോയിഡ് എന്നുള്ളതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചു. CUBOID ക്യൂബോയിഡ്. സെക്കൻഡ് വൺ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ക്യൂബ്. CUBE ക്യൂബ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് വൺ സിലിണ്ടർ. സിലിണ്ടർ ഷേപ്പ് എന്താണെന്ന് അറിയോ? കേട്ടിട്ടുണ്ടോ സിലിണ്ടർ? ഗ്യാസ് സിലിണ്ടർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? സിലിണ്ടർ ഷേപ്പ് എന്താണെന്നറിയോ? ഈ നിങ്ങള് മിൽക്ക് മെയ്ഡ് കണ്ടിട്ടുണ്ടോ? മിൽക്ക് മെയ്ഡ്, അടുക്കളയിൽ അമ്മ ഉണ്ടാക്കുന്ന പായസത്തിന് ഒഴിക്കുന്ന മിൽക്ക് മെയ്ഡ്. മിൽക്ക് മെയ്ഡിന്റെ ടിന്ന് കണ്ടിട്ടുണ്ടോ നിങ്ങള്? കണ്ടിട്ടുണ്ടോ? അതിന്റെ മേലെ സൈഡിലും താഴത്തെ സൈഡിലും റൗണ്ട് ആയിരിക്കും. മേലത്തെ സൈഡിലും താഴത്തെ സൈഡിലും റൗണ്ട് ആയിരിക്കും, സർക്കിൾ ആയിരിക്കും. The shape of that pot is milk maid. ദാനക സുരേഷ് കാണിച്ചു തരുന്നുണ്ട്. എല്ലാരും ഒന്ന് നോക്കിക്കോ. മിൽക്ക് മെയ്ഡിന്റെ പാത്രം കാണിച്ചു തരുന്നുണ്ട്. കണ്ടോ? ഒന്ന് സ്ക്രീനിന്റെ അടുത്ത്, ക്യാമറന്റെ അടുത്ത് പിടിച്ച മോളെ. കണ്ടോ? അതിന്റെ ആ മേലത്തെ സൈഡ് ഒന്ന് കാണിച്ചു തന്നെ. ഇതാ സർക്കിൾ ഷേപ്പ് കണ്ടോ? അതിന്റെ താഴത്തെ സൈഡ് കാണിച്ചേ. അതും സർക്കിൾ ഷേപ്പ് ആണ്. ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിലിണ്ടർ. അതായത് രണ്ട് സൈഡ് റൗണ്ട് ആയിരിക്കും, സർക്കിൾ ഷേപ്പ് ആയിരിക്കും. ബാക്കി വരുന്ന ഒരു സൈഡ് കേർവ്ഡ് എഡ്ജ് ആയിരിക്കും. അതിന് സൈഡ് ഒന്നും ഉണ്ടാവില്ല, എഡ്ജസ് ഒന്നും ഉണ്ടാവില്ല. അതായത് നമ്മള് അനിഹ വെള്ളം കുടിക്കുവാണോ? ആ കപ്പൊന്ന് കാണിച്ചേ. അതും സിലിണ്ടർ ഷേപ്പാ. കണ്ടോ? താഴെയും മേലെയും റൗണ്ട് ഷേപ്പ്, സൈഡില് കർവ്ഡ് എഡ്ജ്, അതായത് വളഞ്ഞിരിക്കുന്ന എഡ്ജാണ് സൈഡിൽ കാണുന്നത്.
അതിന് എഡ്ജസ് ഒന്നും ഉണ്ടാവില്ല, വേർട്ടിസസും ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? നമ്മൾ സർക്കിൾ പഠിച്ചിട്ടുണ്ട്. സർക്കിൾ ഈസ് ഇൻ റൗണ്ട് ഷേപ്പ്. അതിന് നോ സൈഡ്സ് നോ കോർണേഴ്സ്. സർക്കിളിന് ഷേപ്പ് സൈഡ്സും ഇല്ല കോർണേഴ്സും ഇല്ല. അപ്പൊ നമ്മുടെ സിലിണ്ടർ ഷേപ്പിന്റെ ഏറ്റവും ടോപ്പിലും ഏറ്റവും അണ്ടറിലും സർക്കിളാ വരുന്നത്. അതുകൊണ്ട് എന്തുണ്ട്? അതിന് കോർണേഴ്സ് ഇല്ല, സൈഡ്സും ഇല്ല. സിലിണ്ടർ ഷേപ്പ് എന്താ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഫ്രെയിം കാണിച്ചു തരുന്നുണ്ട് ഒരു സിലിണ്ടർ ഷേപ്പ്. കണ്ടോ? പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിലിണ്ടർ ഷേപ്പ് എന്ന് പറയുമ്പോ താഴെയും മേലെയും സെയിം സർക്കിൾ ആയിരിക്കണം, സെയിം റൗണ്ട് വരുന്ന സർക്കിൾ ആയിരിക്കണം. നമ്മളൊരു ബോട്ടിൽ എടുത്താല് അതിന്റെ താഴെ വലിയ സർക്കിളും മേലെ ചെറിയ സർക്കിളും ആയിരിക്കില്ലേ? ദാറ്റ് ഈസ് നോട്ട് എ സിലിണ്ടർ ഷേപ്പ്. സിലിണ്ടർ ഷേപ്പിന്റെ രണ്ട് സർക്കിളും സെയിം ആയിരിക്കണം, സെയിം അളവിലുള്ള സർക്കിൾ ആയിരിക്കണം സിലിണ്ടറിൽ വരുന്നത്. ഓക്കെ, അപ്പൊ സിലിണ്ടറിന്റെ പ്രത്യേകതകൾ നോക്കാം. എ സിലിണ്ടർ ഹാസ് one curved surface. One curved surface, അതായത് സൈഡിൽ വരുന്നത്, ആ വളഞ്ഞിരിക്കുന്ന പ്രതലത്തിനെയാണ് curved surface എന്ന് പറയുന്നത്. അപ്പൊ ഒരു curved surface ഉണ്ട് സിലിണ്ടറിന്. രണ്ടാമത്തേത് two flat surfaces. Two flat surfaces, അതായത് രണ്ട് സൈഡിലും ഓരോ സർക്കിൾ ഉണ്ട്. അതിനെയാണ് ഫ്ലാറ്റ് സർഫസസ് എന്ന് പറയുന്നത്. പിന്നെ വൺ കർവ്ഡ് എഡ്ജ്, അതായത് നമുക്ക് എണ്ണാൻ പറ്റുന്ന എഡ്ജസ് ഒന്നുമില്ല, എണ്ണാൻ പറ്റുന്ന സൈഡ്സ് ഒന്നുമില്ല, സ്ട്രെയിറ്റ് ലൈൻസ് ഒന്നും അതിന്റെ സൈഡ് ആയിട്ട് വരുന്നില്ല. സോ വി സേ ഇറ്റ് ഹാസ് വൺ കർവ്ഡ് എഡ്ജ്, അതായത് വളഞ്ഞിരിക്കുന്ന എഡ്ജ് ഒന്നുണ്ട്. ഓക്കെ, അപ്പൊ സിലിണ്ടർ എന്താണെന്ന് മനസ്സിലായല്ലോ. അതിന്റെ പ്രോപ്പർട്ടീസും പഠിച്ചു വെക്കാം. അതായത് സിലിണ്ടർ ഹാസ് വൺ കർവ്ഡ് സർഫസ്, ടു ഫ്ലാറ്റ് സർഫസ് ആൻഡ് വൺ കർവ്ഡ് എഡ്ജ്. മനസ്സിലായോ? അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ക്യൂബോയിഡ് എന്താന്ന് പഠിച്ചു, ക്യൂബ് എന്താന്ന് പഠിച്ചു, സിലിണ്ടർ എന്താന്നും പഠിച്ചു. പഠിച്ചല്ലോ. നെക്സ്റ്റ് പഠിക്കാനുള്ളത് കോൺ. കോൺ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് വരുന്നത് കോൺ ഐസ്ക്രീം അല്ലേ? കോൺ ഐസ്ക്രീം. പിന്നെ പോപ്കോൺ. ആൻസൺ പറഞ്ഞു പോപ്കോൺ. ആ കോൺ അല്ല ആൻസൺ ഇവിടെ. ഈ കോൺ വേറെ, ആ കോൺ വേറെ. പോപ്കോണിന്റെ സ്പെല്ലിംഗ് CORN അല്ലേ? കോൺ. ഇവിടെ CONE, കോൺ. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ ആ കോൺ എന്നുള്ളത്. നാലാമത്തെ ടെക്സ്റ്റിൽ എല്ലാരും ആ കോൺ എന്നുള്ളത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. CONE. സ്പെല്ലിംഗ് പഠിക്കണേ എല്ലാരും. ക്യൂബോയിഡ്, ക്യൂബ്, സിലിണ്ടർ, കോൺ. സ്പെല്ലിംഗ് എല്ലാവരും എന്തായാലും പഠിച്ചിട്ടുണ്ടാവണേ. ഓക്കെ, അപ്പൊ എന്താ കോൺ എന്ന് വെച്ചാല്? കോൺ ഐസ്ക്രീം അറിയാലോ. പോട്ടെ, അതൊന്നും വേണ്ട. നിങ്ങളുടെ ബർത്ത്ഡേക്ക് നിങ്ങൾ തൊപ്പി വെക്കൂലേ? ബർത്ത്ഡേ തൊപ്പി വെക്കൂലേ? ഒരു റൗണ്ടിൽ ഇങ്ങനെയായിട്ട് മേലേക്ക് കൂർത്ത് വരുന്ന ഒരു തൊപ്പി ബർത്ത്ഡേക്ക് എല്ലാരും വെക്കുന്നില്ലേ? ആ ഒരു ഷേപ്പിനെയാണ് എന്ത് പറയുന്നേ? കോൺ. മനസ്സിലായോ? അതായത് കോൺ ഐസ്ക്രീം ഇല്ലേ? കോൺ ഐസ്ക്രീമിൽ ആ ഐസ്ക്രീം എടുത്ത് കളഞ്ഞാൽ ബാക്കിയുള്ള കടിക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് പീസ് പോലത്തെ ഒരു സാധനം ഇല്ലേ? അത് നമ്മൾ നേരെ തിരിച്ചു വെച്ചു. ആ റൗണ്ട് താഴെയാക്കിയിട്ട് ആ ഷാർപ്പ് എഡ്ജ് മേലേക്ക് വരുന്ന രീതിയിൽ വെച്ചാല് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺ. അതായത് അതിനൊരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, സർക്കിൾ ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ട്, ഒരു കർവ്ഡ് സർഫസ്, നേരത്തെ സിലിണ്ടറിന് പറഞ്ഞ പോലെ വളഞ്ഞിരിക്കുന്ന ഒരു സർഫസ് ഉണ്ട്, ഒരു വെർട്ടെക്സും ഉണ്ട്. അത് ആൻസർ കാണിച്ചു തന്നിട്ടുണ്ട് കോൺ എന്താന്ന്. മിസ് ഒന്നുകൂടി കാണിച്ചു തരാം. നമ്മൾ ഈ കടല പണ്ട് ബീച്ചിലും അവിടെയൊക്കെ പോയാലേ കടല പൊതിഞ്ഞു തരുന്നുണ്ട് ഒരു കോൺ ആക്കിയിട്ട് ഇതുപോലെ. കണ്ടോ?
ഇതിങ്ങനെയല്ല ഉണ്ടാവാ, ഇവിടെ ഒരു സർക്കിൾ ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് കോൺ. കണ്ടോ, ഇവിടെ ഒരു സർക്കിൾ ആയിരിക്കും, ഇവിടെ ഒരു എഡ്ജ് ഉണ്ട്, ഒരു വെർട്ടെക്സ് ഉണ്ട് കോണിന്. ഇതാണ് കേർവ്ഡ് സർഫസ്. ഈ ചുറ്റും കാണുന്നത് കേർവ്ഡ് സർഫസ്. ഇത് ഇതിന്റെ വെർട്ടെക്സ്. ഒരു ഫ്ലാറ്റ് സർഫസ്, അതായത് ഇവിടെ ഒരു സർക്കിൾ. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദ ഷേപ്പ് ഓഫ് കോൺ. മനസ്സിലായോ? അപ്പൊ കോണിന്റെ പ്രത്യേകത എന്തൊക്കെയാ? എ കോൺ ഹാസ് വൺ ഫ്ലാറ്റ് സർഫസ്, അതായത് ഒരു സർക്കിളിന്റെ സർഫസ് ഉണ്ട്, ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ഉണ്ട്. വൺ കേർവ്ഡ് സർഫസ്, ഒരു വളഞ്ഞിരിക്കുന്ന ഒരു സർഫസ് ഉണ്ട്. വൺ കേർവ്ഡ് എഡ്ജ്, നമുക്ക് എണ്ണാൻ പറ്റുന്ന ലൈൻസ് ആയിട്ടുള്ള എഡ്ജ് ഒന്നുമില്ല, അപ്പൊ നമ്മൾ കോമൺ ആയിട്ട് പറയും വൺ കേർവ്ഡ് എഡ്ജ്, വളഞ്ഞിരിക്കുന്ന ഒരു എഡ്ജ് ഉണ്ട്. നെക്സ്റ്റ് വൺ വെർട്ടെക്സ്, അതായത് ഒരു മുനയുണ്ടല്ലേ ഇവിടെ, ഈ എഡ്ജ് കൂടി ചേർന്ന ഒരു പോയിന്റ് ഇവിടെ. ദിസ് ഈസ് കോൾഡ് വെർട്ടെക്സ്, വൺ വെർട്ടെക്സ്. അപ്പൊ സിലിണ്ടറും കോണും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? സിലിണ്ടറിന് വെർട്ടെക്സ് ഇല്ല, സിലിണ്ടറിന് വെർട്ടെക്സ് ഇല്ല. കോൺ ഹാസ് വൺ വെർട്ടെക്സ്. ദിസ് ഈസ് ദി ഷേപ്പ് ഓഫ് എ സിലിണ്ടർ. അതായത് രണ്ട് ഫ്ലാറ്റ് സർഫേസും ഒരു കേർവ്ഡ് സർഫസും ഉണ്ട്. അപ്പൊ സിലിണ്ടറിന് വെർട്ടെക്സ് ഇല്ല, കോണിന് എന്തുണ്ട്? ഒരു വെർട്ടെക്സ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ക്യൂബോയിഡ് പഠിച്ചു, ക്യൂബ് പഠിച്ചു, സിലിണ്ടർ പഠിച്ചു, കോണും പഠിച്ചു. ഇനി ഒരു ഷേപ്പ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്, ദാറ്റ് ഈസ് സ്ഫിയർ. എല്ലാരും ഒന്ന് പറഞ്ഞ മിസ്സിന്റെ കൂടെ, സ്ഫിയർ. എന്താ പറയാ? സ്ഫിയർ അല്ല, സ്ഫിയർ. സ്പെല്ലിംഗ് SPHERE. ലാസ്റ്റ് വൺ, ഫിഫ്ത്ത് വൺ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച ആ പേര്, സ്ഫിയർ. SPHERE. നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഷേപ്പ് ആണിത്, ബോളിന്റെ ഷേപ്പ്. ഇഫ്ര നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് ബോള്. ബോളിന്റെ ഷേപ്പ് എങ്ങനെയാ? ഉരുണ്ടിട്ടാണല്ലേ. ആ ഉരുണ്ട ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നേ? സ്ഫിയർ. ബോളിന്റെ ഷേപ്പ്, നമ്മുടെ ഭൂമിയുടെ ഷേപ്പ്, എർത്തിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് അറിയില്ലേ? എർത്ത് ഉരുണ്ടിട്ടാണ് നമ്മൾ പറയില്ലേ? That is in the shape of sphere. പിന്നെ എന്തിന്റെയാ? ബീഡ്സ്, നമ്മുടെ മാലയുടെ ബീഡ്സ് ഇല്ലേ, കല്ലമാലയുടെ മുത്തില്ലേ, അതൊക്കെ സ്ഫിയറിന്റെ ഷേപ്പാ. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താ? അതിന് എഡ്ജസ് ഇല്ല, അതായത് ഒറ്റൊരു കേർവ്ഡ് എഡ്ജ് മാത്രമേ ഉള്ളൂ, ഒരു കേർവ്ഡ് സർഫസേ ഉള്ളൂ, ഒരു ഫ്ലാറ്റ് സർഫസ് ഒന്നും പറയാനില്ല. ഇതാ ഇഫ്ര വേറൊരു സ്ഫിയർ കാണിച്ചു തരുന്നുണ്ട്, ഒരു കീ ചെയിൻ ആണെന്ന് തോന്നുന്നല്ലേ അത്. അതായത് ഉരുണ്ടിരിക്കുന്ന എന്തിന്റെയും ഷേപ്പ് നമ്മൾ എന്ത് പറയും? സ്ഫിയർ എന്ന് പറയും. ഒന്നുകൂടി പറഞ്ഞ എല്ലാവരും, ബോളിന്റെ ഷേപ്പ് എന്താ? ഒന്ന് പറഞ്ഞ എല്ലാവരും, ബോളിന്റെ ഷേപ്പ് എന്താ? എന്താ ബോളിന്റെ ഷേപ്പ്? ആരും പറയുന്നില്ല. സ്ഫിയർ. മിസ്സിന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, സ്ഫിയർ. സ്പെല്ലിംഗ് പറഞ്ഞ സ്ഫിയറിന്റെ. SPHERE. സ്ഫിയർ. ഒന്ന് പ്രൊനൗൺസ് ചെയ്തേ, സ്ഫിയർ. ഹന്ന, നമ്മളിപ്പോ ഏതൊക്കെ ഷേപ്പാ പഠിച്ചേ? സോളിഡ് ഷേപ്പ് ഒന്ന് പറഞ്ഞ, ഏതൊക്കെയാ പഠിച്ചേന്ന്? സ്ഫിയർ. സ്ഫിയർ പഠിച്ചു. പിന്നെ കോൺ. കോൺ പഠിച്ചു. പിന്നെ
പിന്നെ ഏതാ അതിന്റെ തൊട്ട് മേലെ കോണിന്റെ മേലെ ഏതായിരുന്നു? കോണിന്റെ മേലെ ഏതായിരുന്നു? സിലിണ്ടർ. സിലിണ്ടർ. ആ പിന്നെ പിന്നെന്താ പഠിച്ചേ? ക്യൂബ്. ക്യൂബ്. പിന്നെ ഏറ്റവും ആദ്യം പഠിച്ചത്? മിസ് ആദ്യം പഠിച്ചതിൽ ഞാൻ വന്നിട്ടില്ലായിരുന്നു. ആണോ? ആദ്യം പഠിച്ചത് നമ്മൾ ക്യൂബോയിഡ്, രണ്ടാമത് നമ്മൾ ക്യൂബ് പഠിച്ചു, പിന്നെ സിലിണ്ടർ പഠിച്ചു, പിന്നെ കോൺ പഠിച്ചു, പിന്നെ സ്ഫിയർ പഠിച്ചു. അപ്പൊ ഈ ഷേപ്സിനൊക്കെ കോമൺ ആയിട്ട് പറയുന്ന പേരെന്താ? ഇറ്റ് ഈസ് സോളിഡ് ഷേപ്പ്. ഇറ്റ് ഈസ് സോളിഡ് ഷേപ്പ്. അപ്പൊ ഈ ഷേപ്സിന്റെ ഒക്കെ പ്രത്യേകത നമ്മൾ പഠിച്ചല്ലോ, പഠിച്ചില്ലേ? ഇനി ഒരു ഹോംവർക്ക് ഉണ്ട് അടുത്ത പേജില്, പേജ് നമ്പർ 110. Choose from the box and write. Exercise 4.1 എടുത്ത എല്ലാവരും പേജ് നമ്പർ 110. Choose from the box and write. കുറേ സാധനങ്ങളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഡൈസ്, പൈപ്സ്, ഫ്രിഡ്ജ്, ഓറഞ്ച്, ഐസ്ക്രീം കോൺ, ബിൽഡിംഗ് ബ്ലോക്സ്, മാർബിൾസ്, ഗ്ലാസ്, പെൻസിൽ ബോക്സ്, പാർട്ടി ക്യാപ്പ്. ഇതിന്റെയൊക്കെ ഷേപ്പ് ഏതാന്ന് എഴുതണം. ഫസ്റ്റ് വൺ ക്യൂബോയിഡൽ ഷേപ്പ്, സെക്കൻഡ് വൺ സ്ഫെറിക്കൽ ഷേപ്പ്, തേർഡ് വൺ കോണിക്കൽ ഷേപ്പ്, ഫോർത്ത് വൺ ക്യൂബിക്കൽ ഷേപ്പ്, ഫിഫ്ത് വൺ സിലിണ്ടറിക്കൽ ഷേപ്പ്. അതായത് ക്യൂബിന്റെ ഷേപ്പിലുള്ളത് ഏതൊക്കെയാന്ന് കണ്ടുപിടിച്ചെഴുതാ, സ്ഫിയറിന്റെ ഷേപ്പിലുള്ളത് ഏതൊക്കെയാന്ന് കണ്ടുപിടിച്ചെഴുതാ, കോണിന്റെ ഷേപ്പിലുള്ള ഏതൊക്കെയാന്ന് കണ്ടുപിടിച്ചെഴുതാ, ക്യൂബിന്റെ ഷേപ്പിലുള്ളത് കണ്ടുപിടിച്ചെഴുതാ, സിലിണ്ടറിന്റെ ഷേപ്പിലുള്ളത് കണ്ടുപിടിച്ചെഴുതാ. ബോക്സിൽ തന്നിരിക്കുന്ന പേരില്ലേ, അതിൽ നിന്ന് ഓരോ ഷേപ്പിലുള്ളത് ഏതൊക്കെയാന്ന് കണ്ടുപിടിച്ചെഴുതാം. ഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? DICE, ഡൈസ്. മിസ് ആദ്യം ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ലാഡർ സ്നേക്ക് കളിക്കുമ്പോൾ നമ്മളിങ്ങനെ കറക്കി വിടുന്ന സാധനം, ലാഡർ സ്നേക്കും പിന്നെ ലൂഡോ ഒക്കെ കളിക്കുമ്പോൾ നമ്മൾ കറക്കി വിടുന്ന ക്യൂബില്ലേ, അതിനെയാണ് ഡൈസ് എന്ന് പറയുന്നത്. പൈപ്പ്, ആൻസർ കാണിച്ചു തരുന്ന ആ ഷേപ്പ്. നെക്സ്റ്റ് പൈപ്പ്. പൈപ്പ് PVC പൈപ്പ് ഇല്ലേ, സാധാരണ പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ്. ആ പൈപ്പ് നമ്മൾ രണ്ട് കഷ്ണം മുറിച്ചെടുത്താൽ ഏത് ഷേപ്പിലാണ് ഉണ്ടാവുക എഴുതുക. ഫ്രിഡ്ജ്, ഫ്രിഡ്ജിന്റെ ഷേപ്പ് എന്താന്ന് എഴുതാ. ഓറഞ്ച്, ഫ്രൂട്ട് ഇല്ലേ, ഓറഞ്ച് നമ്മൾ കഴിക്കുന്ന ഓറഞ്ച് ഇല്ലേ, അതിന്റെ ഷേപ്പ് എന്താന്ന്. ഐസ്ക്രീം കോൺ, മിസ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഐസ്ക്രീം കോണിന്റെ ഷേപ്പ് എന്താന്ന് എഴുതാ. ബിൽഡിംഗ് ബ്ലോക്സ്, നിങ്ങൾ കളിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ, ഈ ഓരോന്ന് ഉണ്ടാക്കാൻ വേണ്ടി ബ്ലോക്ക് ഉണ്ട് ഉണ്ടാക്കുന്നില്ലേ, കുറെ കളറിലുള്ള വീടും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ഇതാ അത് തന്നെ. ആൻസർ കാണിച്ചു തരുന്നല്ലേ, ഒന്ന് നോക്കിയേ. ദാറ്റ് ഈസ് ബിൽഡിംഗ് ബ്ലോക്സ്. ആ ബിൽഡിംഗ് ബ്ലോക്സ് ഏത് ഷേപ്പിലുള്ളതാന്ന് എഴുതുക. പിന്നെ മാർബിൾ, മാർബിൾ എന്ന് പറഞ്ഞാൽ കോട്ടി. കോട്ടി കളിക്കില്ലേ നിങ്ങള്, കളിക്കാറുണ്ടോ? ഗോലി, ഗോലി, അത് ഏത് ഷേപ്പാന്ന് എഴുതാ. പിന്നെ ഗ്ലാസ്, നമ്മൾ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്. പിന്നെ പെൻസിൽ ബോക്സ്, പെൻസിൽ ബോക്സിന്റെ ഷേപ്പ്. പിന്നെ പാർട്ടി ക്യാപ്പ്, മിസ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ ബർത്ത്ഡേക്ക് വെക്കുന്ന ക്യാപ്പ് ഇല്ലേ, വലിയ ക്യാപ്പ്, കളർഫുൾ ആയിട്ടുള്ള ക്യാപ്പ്, അതിന്റെ ഷേപ്പ് എന്താന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്തിട്ട് ഇതിൽ ഏതൊക്കെ ഷേപ്പിലാ വരുന്നേന്ന് കണ്ടുപിടിച്ച് എഴുതാം. അടുത്തത് കുറെ സാധനത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അത് ഏതൊക്കെ ഷേപ്പാന്ന് എഴുതാം. ഫസ്റ്റ് വൺ ഒരു എസ് എഴുതിട്ട് ഒരു റെഡ് കളറില്, പിന്നെ ഒരു ബോള്, പിന്നെ ഒരു ഡൈസ്, പിന്നെ ഒരു ഐസ്ക്രീം, പിന്നെ ഒരു ബോക്സ് പോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഷേപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഏതൊക്കെയാന്ന് എഴുതാം. അപ്പൊ ആ രണ്ട് എക്സസൈസ് ഇന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ.
ഓക്കെ, എന്നിട്ട് ടെക്സ്റ്റ് തന്നെ എഴുതിയാൽ മതി. ഈ 2 എണ്ണം എക്സസൈസ് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പേജിന്റെ ഫോട്ടോ എടുത്തിട്ട് മിസ് പേഴ്സണൽ ആയിട്ട് അയച്ചു തന്നാൽ മതി. ഗ്രൂപ്പിൽ ഇടണ്ട, പേഴ്സണൽ അയച്ചു തന്നാൽ മതി കേട്ടോ. ഇന്ന് തന്നെ അയക്കണേ ഹോംവർക്ക് എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഹോംവർക്ക് എല്ലാവരും ചെയ്യാട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഒരു സാധനം വീട്ടിൽ കണ്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ ഏത് ഷേപ്പിലുള്ളതാന്ന്. ഓക്കെ, അപ്പൊ ഹോംവർക്ക് എല്ലാവരും ചെയ്യാം. ഇന്ന് പഠിപ്പിച്ചു തന്നതൊക്കെ ഇന്ന് തന്നെ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.